ഒന്നാമത്തെ കുഞ്ഞു മുതൽ ആറാമത്തെ ഏഴാമത്തെ കുഞ്ഞു വരെ വളർന്ന് അവരെ കൊട്ടാരത്തിൽ വിളയാടി നിൽക്കുന്ന സമയത്ത് അഷ്ടമനായിട്ടൊരു പുത്രൻ ഉണ്ടാകുമ്പോൾ ആ പുത്രനെ കൊല്ലുവാൻ ഒരിക്കലും ഈ ജ്യേഷ്ഠന്മാർ സമ്മതിക്കുമോ? 7 സഹോദരന്മാർ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ 8ാമനായിട്ടൊരു പൊന്നോമനെ ജനിച്ചു വീഴുമ്പോൾ ആ കുഞ്ഞിനെ കൊല്ലുവാൻ ചെന്നാൽ ഈ 7 പേരും ചേർന്ന് അങ്ങേ തടയും. അപ്പൊ ശത്രു അവിടെ എന്താവും? പ്രബലനാവും. അതുകൊണ്ട് എന്ത് വേണം? ഇവനെ എത്രയും പെട്ടെന്ന് തന്നെ ഇല്ലായ്മ ചെയ്യുക. ഇത് കേൾക്കാത്ത പാട് ഉഴച്ച് ചാടി എഴുന്നേറ്റ് ഉരുണ്ട് ചെന്ന് കാരാഗ്രഹത്തിലുണ്ടായിരുന്ന വസുദേവരുടെ കേരളയുടെയും കയ്യിൽ വളർത്താൻ അയച്ച കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ടുവന്നെന്താ അട്ടക്കല്ലിന്മേൽ അടിച്ച് അതിനെ കൊന്നു. അങ്ങനെ ജനിച്ച 7 പുത്രന്മാരും എന്ത് ചെയ്തു? 6 പുത്രന്മാരെയും ഇവിടെ സംവദിച്ചു. 7ാമത് ദേവകിക്ക് ഉണ്ടായ ഗർഭം പരിപൂർണ അവസ്ഥയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് യോഗമായ ദേവിയായിരിക്കുന്ന ഭഗവതി എന്ത് ചെയ്തു? ദേവകിയുടെ ഗർഭത്തിലുള്ള ഈ പുത്രനെ ആകർഷിച്ചെടുത്ത് അവിടെ നന്ദഗോപന്റെ ഗൃഹത്തിൽ വസിപ്പിച്ചിരുന്ന വസുദേവന്റെ മറ്റൊരു ഭാര്യയായിരുന്ന അവരാരിൽ ആകർഷിപ്പിച്ചത്? വസുദേവർക്ക് 2 ഭാര്യമാരായി. അതായത് ദേവകിയും രോഹിണിയിലേക്ക് ആവേശിപ്പിച്ചു. എന്നിട്ട് യോഗമായിട്ട് അവിടെ ആ ഗർഭം തികഞ്ഞു പ്രസവിച്ചു. രോഹിണി. ഇവിടെ 8ാമത്തെ പുത്രൻ ജന്മം നൽകിയ സമയത്ത് തന്നെ അവിടെ നന്ദഗോപന്റെ ഗൃഹത്തിൽ യോഗമായ ദേവി അവിടെ യശോദയ്ക്ക് പുത്രിയായിട്ട് ജനിക്കുവാൻ അവിടെ യദുകുലത്തിൽ പിറക്കുവാൻ യോഗമായ ദേവിയും എത്തി. അപ്പോൾ സന്ദർഭങ്ങൾ അടുത്തു വന്നു. ഭഗവാൻ പരിപൂർണമായിരിക്കുന്ന ഇവിടെ കംസന് സന്തോഷമായി. കാരണം എന്താ? ഒരാളെ കൊല്ലേണ്ടി വന്നില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥ ഒഴിഞ്ഞു പോയെന്ന് കംസൻ വളരെ സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് അഷ്ടമനായിട്ട് ഭഗവാൻ അവതരിക്കുവാൻ തുടങ്ങുന്നത്. അവതരിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ദേവകിയെയും വസുദേവരെയും നന്ദഗോപരെയും ഒക്കെ കണ്ട കാര്യം പറഞ്ഞു. എന്താണ്? വസുദേവരെ കണ്ട് പറഞ്ഞു, എന്താ ഞാനിവിടെ അങ്ങയുടെ കാരാഗ്രഹത്തിൽ, കംസന്റെ കാരാഗ്രഹത്തിൽ അഷ്ടമനായിട്ട് അങ്ങക്ക് പുത്രനായിട്ട് ജനിക്കാൻ പോവുകയാണ്. ജനിച്ചു വീഴുന്ന മാത്രയിൽ നിങ്ങൾക്കുണ്ടായ കെട്ടുപാടുകളെല്ലാം ഒഴിഞ്ഞു ഈ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നേരെ അമ്പാടിയിൽ ചെന്നിട്ട് അവിടെ നന്ദന്റെ ഭാര്യയായിരിക്കുന്ന യശോദാദേവി പ്രസവിച്ചുണ്ടാകുന്ന ഭാര്യരത്നത്തെ മാറിക്കൊണ്ടുവന്ന് ഇവിടെ കംസൻ വരുന്ന സമയത്ത് കാണിച്ചു കൊള്ളുവാൻ പറഞ്ഞു. ഇവിടെ യോഗമായ ദേവിയായിട്ട് ദേവി ജനിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ദേവകിക്കും ദർശനം നൽകി ഭഗവാൻ നന്ദഗേഹത്തിൽ ചെന്ന് നന്ദഗോപുരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞു. സുദേവരപുത്രനെ കൊണ്ടുള്ള വരും, ആ പുത്രനെ മാറ്റി ഈ കുഞ്ഞിനെ കൊടുത്തയക്കുക, എല്ലാം സമംഗളത്തിന് വേണ്ടിയാണ് എന്ന്